ടൊവിനോ തോമസ്. കാരണം നമ്മൾ ഇന്ന് വരെ കണ്ട ടൊവിനോ അല്ല ഇവിടെ. താങ്ക് യു. ഒരു രക്ഷയില്ലടാ, ഞാൻ കുറെ തപ്പി. നല്ല പണിയുണ്ട്. ഹീറോയിസം ഇല്ല, ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നുമില്ല. പക്ഷെ സ്ക്രീനിൽ വരുമ്പോഴൊക്കെ നമ്മുടെ കണ്ണ് അങ്ങോട്ടേക്ക് പോകും. നീ ടെൻഷൻ അടിക്കണ്ട, നിന്റെ അമ്മേനെ കണ്ടുപിടിക്കുന്ന കാര്യല്ലേ. റെഡിമണി നേരെ ഒന്ന് വെളുത്തോട്ടെ. ടൊവിനോ അൺഎക്സ്പെക്ടഡ് പെർഫോമൻസ് കേട്ടോ. പുള്ളി വയറൊക്കെ വെച്ച്, സാധാരണ ടൊവിനോ അല്ല. അതാണ് പവിത്രൻ. ടൊവിനോ ആണെന്ന് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ടൊവിനോ. ഇല്ലെങ്കിൽ സബ്ബ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറായിട്ട് ടൊവിനോ കിട്ടില്ല പെർഫോമൻസ്. അങ്ങനെ കണ്ടോരോട് പണിക്കൂടാണല്ലടാ നിന്നെ ഞാൻ തങ്ങൾ പറഞ്ഞത്. അതിന് എന്തെങ്കിലും നന്ദി നിനക്ക്. നിനക്ക് നിന്റെ അമ്മേനെ കണ്ടുപിടിക്കണ്ടേ? നീ ബാംഗ്ലൂർ മൈസൂരൊക്കെ പണിക്ക് അതിൽ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹത്തെ പോലുള്ള ഒരു സ്റ്റാർ വന്നിട്ട് ഒരു റോൾ എടുത്ത് ചെയ്യുന്ന സമയത്ത് ഗംഭീരമായിട്ട് ടൊവിനോ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഡബിങ്ങും ആ ക്യാരക്ടർ പിടിച്ചതും അത് ആ പടം കണ്ടാൽ മനസ്സിലാവും. ടൊവിനോ മാൻ, ഓ നോ ടൊവിനോ എന്നാണ് പറയാൻ തോന്നുന്നത്. ആ റേഞ്ചില് നീ എവിടെയായിരുന്നു? നീ എങ്ങടാ ആരോടും പറയണ്ട ഇറങ്ങിപ്പോയത്? എന്നോട് ദേഷ്യം കൊണ്ട് വേണോ? ഒരു പണിക്കൊന്നിട്ട് നമ്മളോടൊന്ന് പണിയെന്താണെന്ന് അറിയുന്നത്. എന്താ പറയുക, ഈ സിനിമ തമിഴിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സങ്കല്പിക്കും. വിജയ് സേതുപതിയിൽ താഴെ ഒരു ആർട്ടിസ്റ്റ് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ടൊവിനോ ചെയ്തു വെച്ചിട്ടുണ്ട്. ടൊവിനോനൊക്കെ പലരും പറയും ടൊവിനോ ഇനിയും തെളിയാനുണ്ട്, അഭിനയത്തിൽ ഫോക്കസ് ചെയ്യാനുണ്ട്. അയാളത് ചെയ്യുന്നുണ്ട്, അയാൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എന്താടാ ക്യാരക്ടർ, അതിലങ്ങ് നിൽക്കുകയാണ് അങ്ങേരും, ഒരു രക്ഷയില്ല. പുള്ളിയെ ക്യാരക്ടറായിട്ട് ലിവ് ചെയ്യായിരുന്നു. എല്ലാം പെർഫോമൻസ് ഫ്രം ടൊവിനോ തോമസ്. വളരെ കൺട്രോൾഡായ, മെച്ചൂർഡായ, സിനിമയ്ക്ക് ആവശ്യമായത് എന്താണോ അത്രമാത്രം ഡെലിവർ ചെയ്യുന്ന പെർഫോമൻസ്. വേണ്ടിയല്ലേ